ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വെഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മലയാറ്റൂർ അടിവാരത്തായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്ന നക്ഷത്ര തടാകം മെഗാ കാർണിവലിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. ഈ വലിയ തടാകം മുഴുവനായിട്ട് വലയം വെച്ച് വരുന്ന രീതിയിലാണ് നക്ഷത്രങ്ങൾ ഇട്ടിരിക്കുന്നത്. അതും ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഇട്ടിട്ടാണ് ഈ നക്ഷത്ര തടാകം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷൻ വെള്ളത്തിലേക്ക് വരുമ്പോൾ നമുക്കത് അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. ഇവിടെ നല്ല ജനത്തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ നക്ഷത്ര തടാകം കാണാൻ വേണ്ടി ഡെയിലി ഇവിടേക്ക് വരുന്നുണ്ട്. ഈ തിരക്കിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് 1-ാം തീയതി ന്യൂ ഇയറിന് പപ്പാനീനെ കത്തിച്ചുകൊണ്ട് ഈ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കും. അപ്പം അതിനു മുന്നേ വേണം നക്ഷത്ര തടാകം കാണാൻ വരുന്നവർ, നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ വരാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ ഇത്രയും തിരക്കിട്ട് ഇവിടെ വരുന്നതും ഈ തിരക്ക് ഇവിടെ അനുഭവപ്പെടാനുള്ള കാരണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മരണക്കിണറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടു, ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ഒരു ടിക്കറ്റിന് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് മരണക്കിണറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തി. വലിയ മരണക്കിണറാണ്. 3 കാറുകളും 4 ബൈക്കുമാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരാൾ അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങി. നമുക്കിനി മരണക്കിണറിലെ കാഴ്ചകൾ കാണാം. ഈ അടുത്തായി എല്ലാ ഫെസ്റ്റിവലുകളിലും കാണുന്ന ഒരു കാഴ്ചയാണിത്. ഈ ബിസ്ക്കറ്റിൽ നൈട്രജൻ ഒഴിച്ച് അപ്പോൾ ഉണ്ടാകുന്ന പുക, ആ പുക ആളുകൾക്ക് ഭയങ്കര കൗതുകമാണ്. ആ ബിസ്ക്കറ്റ് കഴിച്ച് വായിലൂടെയും മൂക്കിലൂടെയൊക്കെ പുക വിടുന്നത്. തൊട്ടടുത്തായിട്ട് ഒരു മുളക് ബജി കടയുണ്ട്. മുളക് ബജി കടയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. മുട്ട ബജിയുണ്ട്, മുളക് ബജിയുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. നക്ഷത്ര തടാകത്തായിട്ട് ഈ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ഉരുളൻകിഴങ്ങ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് ഇത് ഞാൻ കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളും ഈ നക്ഷത്ര തടാകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മലയാറ്റൂർ നക്ഷത്ര തടാകത്തിൽ ഒരുക്കിയിരിക്കുന്ന കൂറ്റൻ പപ്പാനീനെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ കയ്യിൽ ഗിത്താറും പിടിച്ച് കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് വളരെ മോഡേൺ ആയിട്ട് രീതിയിൽ നിൽക്കുന്ന ഒരു പപ്പാനീനെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ള ഗെയിമുകളുടെ സ്റ്റാളാണ് ഈ കാണുന്നത്. എല്ലാ സ്റ്റാളിൻ്റെ ഫ്രണ്ടിലും നല്ല തിരക്കാണ്. അവിടെ നമ്മൾ ഈ റിങ് എറിഞ്ഞിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റും ഒക്കെ കിട്ടുന്ന ആ ഒരു ഗെയിമാണ് ആളുകൾ കളിക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് അങ്ങനെ നമ്പർ എഴുതി വെച്ച് ഓരോ ഗിഫ്റ്റുകളും താഴെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബോൾ ഇങ്ങനെ ഉരുട്ടി വിടുമ്പോൾ അവരുടെ നമ്പറായിട്ട് കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് സമ്മാനം കിട്ടും. ഇപ്പോൾ ഈ ഒരു ചേട്ടൻ നമ്പർ അവർ പറഞ്ഞൊരു കറക്റ്റ് നമ്പറായിട്ട് വന്നു. ആ ചേട്ടന് ചെറിയൊരു സമ്മാനം കിട്ടി. ചെറിയ സമ്മാനമാണെങ്കിലും
കിട്ടുമ്പോൾ ഒരു സന്തോഷം, അതാണ് ഇത് കളിക്കുന്നവരുടെ ആളുകൾക്കുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബോൾ എറിഞ്ഞ് ഗ്ലാസ് വീഴ്ത്തണം. ആ ചേട്ടൻ 3 ബോളാണ് ഒരാൾക്ക് കിട്ടുന്നത്. 2 ബോൾ കറക്റ്റായിട്ട് എറിഞ്ഞെങ്കിലും ഒരു ഗ്ലാസ് ബാക്കി വന്നു. ഇവിടെ നക്ഷത്ര തടാകത്തിലെത്തി നമ്മൾ കാഴ്ചകൾ കണ്ടാലും മതിയാവില്ല. കാരണം ഇവിടെ എത്തി സമയം പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. തടാകത്തിന് ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് ഈ പറയുന്ന പോലെ യന്ത്രഊഞ്ഞാൽ, മരണക്കിണർ, അങ്ങനത്തെ ഒരുപാട് ഇതിൽ കയറാൻ പറ്റും. പിന്നെ പല തരത്തിലുള്ള വളരെ കളർഫുള്ളാണ് ഇവിടെ. ഇവിടെ നക്ഷത്ര തടാകം വന്ന് കണ്ടിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും പറയുക. നക്ഷത്ര തടാകം ഡിസംബർ 25 കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ഡിസംബർ 31 രാത്രി ന്യൂ ഇയർ വരെയാണ് ഇവിടെ ഈ നക്ഷത്ര തടാകവും ഈ സെലിബ്രേഷനും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കൊല്ലം കാണാൻ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ദൂരെ നിന്നുള്ളവർക്കും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കാരണം ഇവിടെ വന്ന് ഈ കാർണിവലിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റും നല്ല ഓർമ്മയായിരിക്കും നക്ഷത്ര തടാകം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. മലയാറ്റൂർ തോമസ് ലീയുടെ പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും അവിടുത്തെ കാഴ്ചകളോടെയും കണ്ടിട്ട് പോവാം. നക്ഷത്ര തടാകത്തിലേക്ക് പോകുന്ന വഴി കറുകുറ്റിയിലെത്തിയപ്പോൾ അവിടുത്തെ ഹൈവേയുടെ സൈഡിൽ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു പപ്പാനീനെയാണ് ഈ കാണുന്നത്. വലിയ ഹൈറ്റിൽ വലിയ കൂറ്റൻ പപ്പാനീനെയാണ് ഇതും. ഹെൽമെറ്റ് കൈ പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഈ പപ്പാനിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ പ്രാദേശികമായിട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻസ് നടത്തുന്നുണ്ട്. നക്ഷത്ര തടാകത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു.